പ്രതിപക്ഷ ഉപനേതൃ പദവിയിൽ കടുത്ത നിലപാടുമായി സിപിഐ. നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതൃ പദവിയെ ചൊല്ലി LDFിനുള്ളിൽ ഭിന്നത രൂക്ഷമാകുന്നു. തങ്ങളുടെ ആവശ്യം പരിഗണിക്കാതെ പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കരുതെന്ന് CPI നേതൃത്വം ആവശ്യപ്പെട്ടതോടെ വിഷയം മുന്നണിക്കുള്ളിൽ പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നിയമസഭയിൽ CPMന് 26 MLAമാരും CPIക്ക് 8 MLAമാരും RJDക്ക് 1 അംഗവുമാണുള്ളത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPIക്ക് നൽകണമെന്നും കെ രാജനെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നുമുള്ള ആവശ്യം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തന്നെ CPI ഉന്നയിച്ചിരുന്നതാണ്. എന്നാൽ ഇതുവരെ CPM ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഈ ആവശ്യം പരസ്യമായി ഉന്നയിച്ചതിനെ LDF കൺവീനർ നേരത്തെ തള്ളിക്കളഞ്ഞിരുന്നു. തുടർന്ന് CPMന്റെ ഔദ്യോഗിക യോഗങ്ങളിലൊന്നും വിഷയം ചർച്ചയായില്ല എന്നാണ് സൂചന. ഇതോടെയാണ് തീരുമാനമുണ്ടാകാതെ പാർലമെന്ററി പാർട്ടി യോഗം ചേരരുതെന്ന നിലപാട് CPI ശക്തമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുത്ത കാര്യത്തിലും CPIയുമായി മുൻകൂട്ടി ചർച്ച നടത്തിയിരുന്നില്ല എന്നാണ് പാർട്ടി വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ പ്രതിപക്ഷ നിരയിൽ KN ബാലഗോപാലാണ് രണ്ടാമത്തെ പ്രധാന നേതാവായി പരിഗണിക്കപ്പെടുന്നത്. PM ശ്രീ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CPIയും CPMും തമ്മിൽ മുമ്പും അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ മുന്നണിക്കുള്ളിൽ പുതിയ അധികാര പങ്കിടൽ ചർച്ചകൾക്ക് CPM വലിയ പ്രാധാന്യം നൽകേണ്ടതില്ല എന്ന നിലപാടിലാണ് റിപ്പോർട്ടുകൾ.